മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. വയനാട് ബത്തേരിയിലെ മുട്ടിക്കൊമ്പനെ തേടി ഫോറസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നടപ്പാണ്. ഒരു 60-അംഗ ടീം മുട്ടിക്കൊമ്പനെ തേടി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും 3-ാം ദിവസവും പിടികൂടിയിട്ടില്ല മുട്ടിക്കൊമ്പനെ എന്നുള്ളതാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പുലർച്ചെ 4 മണിയോടെ വള്ളുവാടിക്ക് സമീപത്ത് മയക്കുവെടി സംഘം ആനയെ സ്പോട്ട് ചെയ്തെങ്കിലും വനം വകുപ്പിന് നേരെ ആന പാഞ്ഞെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദൌത്യത്തിനിടെ മുട്ടിക്കൊമ്പൻ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയതായി വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ പറഞ്ഞു. വരുണ്ടാലിയുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. Overnight we are having a watch, and after spotting the animal we are mobilizing the tracking team, chemical immobilization team, and we are also monitoring the animal with the drone. We have a very small window in which we have to tranquilize the animal, so we are trying in that. Crawl is ready, other things are ready. That preparation is ready. Only this tranquilizing part is a little tricky, so we hope tomorrow it will. മുട്ടിക്കൊമ്പൻ കുറുമ്പനായിട്ട് മാറുകയാണോ? 3-ാമത്തെ ദിവസമായി ഇതുവരെയും സ്പോട്ട് ചെയ്തെങ്കിലും വെടിവെക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പിക്കുകയാണോ മുട്ടിക്കൊമ്പൻ? ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയും തിരിച്ചു വരും. ആ അവസ്ഥയിലാണോ ദീപക് മോഹൻ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. മുട്ടിക്കൊമ്പന് വേണ്ടിയുള്ള തിരച്ചിൽ മയക്കുവെടി സംഘവും വനം വകുപ്പ് സർവ്വ സജ്ജമായി എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി ഇന്ന് പുലർച്ചെ ഈ വള്ളുവാടിക്ക് സമീപമുള്ള വനമേഖലയ്ക്കടുത്ത കാട്ടാനെ കണ്ടു. വനം വകുപ്പ് ആ മേഖലയിലേക്ക് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആ മേഖലയിൽ ആ സമയത്ത് ഈ മയക്കുവെടി സംഘം അടക്കമുള്ള ആളുകൾ ആനയെ കണ്ട് ആ മേഖലയിലേക്ക് എത്തിയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിയുന്നില്ല. ആന വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ പാഞ്ഞടുക്കുന്നു എന്നാണ് വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ അല്പം മുൻപ് പറഞ്ഞത്. ആന ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയത് കൊണ്ട് ഇന്നിനിപ്പോൾ ഈ ദൗത്യം നടത്താൻ ദുഷ്കരമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ്. ഏകദേശം 10 വർഷമായി വടക്കനാട് വള്ളുവാടി മേഖലകളിലൊക്കെ തന്നെ ഈ മുട്ടിക്കൊമ്പന്റെ സാന്നിധ്യമുണ്ട്. കൃഷിയും കാർഷിക മേഖലയും അതുപോലെ തന്നെ കാലി വളർത്തലുമൊക്കെ ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ഒരു ജനങ്ങളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഇപ്പോൾ ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്ത് കൃഷി ചെയ്താലും രാത്രിയോടുകൂടി ഈ ആന കൃഷിയിടത്തിൽ ഇറങ്ങുന്നു. പുലർച്ചയോടുകൂടി അല്ലെങ്കിൽ രാവിലെയോടുകൂടി ഈ കൃഷിയുടെ മുഴുവൻ ചവിട്ടി മെതിച്ച് നിരപ്പാക്കിയതിനു ശേഷം തിരികെ വനത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യം. വനം വകുപ്പ് കാട്ടാനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർക്ക് പറയാനുണ്ട്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഈ കാട്ടാനെ കണ്ട സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഇവിടെയുള്ള പ്രദേശവാസികളടക്കം നമ്മളോട് പറയും. റെജിയേട്ടൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. റെജിയേട്ട, ഇന്നിപ്പോൾ പുലർച്ചെ ആന വന്നു, വനം വകുപ്പ് എന്താ ചെയ്തത്? നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എൻ്റെ അയൽവക്കക്കാരൻ രാത്രി 1:15 മണിക്ക് ആന പറമ്പിൽ പ്രവേശിച്ചെന്നും എൻ്റെ വീടിൻ്റെ പ്രവേശത്തുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ഒരു കർഷകരെന്നുള്ള രീതിയിലൊരു കൂട്ടായ്മയിലൊരു വിവരം ലഭിക്കുകയുണ്ട്. ആ വിവരം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ റോഡ് നിറച്ച് ഫോറസ്റ്റിൻ്റെ വാഹനങ്ങളും ഫോറസ്റ്റുകാരും ബാത്റൂംമാരടക്കം വരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ അപ്പോൾ ആനേനെ വെടിവെക്കാൻ മയക്കുവെടി വെക്കാൻ വേണ്ടി വന്നതാണെന്നും അത് ആനേനെ ലൊക്കാലിറ്റി ഇന്ന സ്ഥലത്ത് ഇന്നലെ അവർ മയക്കുവെടി വെച്ചില്ല. എന്താ അവർ ചെയ്തത്? ഇന്നലെ അവർ കൃത്യമായിട്ട് ആനേനെ സംരക്ഷിച്ച് ഈ പ്രതികരണം ഒന്നും നമ്മുടെ മുട്ടിക്കൊമ്പൻ കാണുന്നില്ലല്ലോ. മുട്ടിക്കൊമ്പൻ എന്തായാലും ഉൾവനത്തിൽ കയറി പോയിരിക്കുന്നു. വനം വകുപ്പിനെ വല്ലാതെ ചുറ്റിക്കുന്നുണ്ട് മുട്ടിക്കൊമ്പൻ. 3 ദിവസമായി മുട്ടിക്കൊമ്പനെ സ്പോട്ട് ചെയ്തെങ്കിലും മയക്കുവെടി വെക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്.